ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം ആരംഭിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഈ വിടവാങ്ങലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. മഹാഭാരത യുദ്ധം അവസാനിച്ചു. കുരുക്ഷേത്രത്തിലെ മണ്ണിൽ ചോരയുടെയും മരണത്തിൻ്റെയും ഗന്ധം തങ്ങി നിന്നിരുന്നു. 100 മക്കളെയും നഷ്ടപ്പെട്ട ഗാന്ധാരിയുടെ ഹൃദയം തകർന്ന വിലാപം ആകാശത്തിൽ അലയടിച്ചു. ആ ഘോരഭൂമിയിലൂടെ തൻ്റെ പുത്രന്മാരുടെ ചിതറിക്കിടക്കുന്ന ശരീരങ്ങൾക്കിടയിലൂടെ കൃഷ്ണൻ ഗാന്ധാരിയെ നയിച്ചു. ഓരോ അടിക്കും നഷ്ടപ്പെട്ട മകൻ്റെ മുഖം ഓർത്ത് ആ അമ്മയുടെ ദുഃഖം അഗ്നി പോലെ ആളിക്കത്തി. തൻ്റെ പവിത്രതയുടെ ശക്തിയാൽ നേടിയ തപോബലത്തോടെ ഗാന്ധാരി കൃഷ്ണനു നേരെ തിരിഞ്ഞു. സർവശക്തനായ ഭഗവാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ മഹാവിപത്ത് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നവർ ചോദിച്ചു. ബന്ധുക്കളെ തമ്മിലടിപ്പിച്ച് കൊന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൃഷ്ണനിൽ ആരോപിച്ചുകൊണ്ട് അടക്കാനാവാത്ത രോഷത്തോടെ ഗാന്ധാരി ശപിച്ചു. അല്ലയോ കേശവ, എൻ്റെ മക്കൾ പരസ്പരം പോരടിച്ച് നശിച്ചതുപോലെ ഇന്നേക്ക് 36ാമത്തെ ആണ്ട് തികയുമ്പോൾ നിന്റെ യാദവകുലവും തമ്മിൽ തല്ലി നശിക്കും. നീചവും നിന്ദ്യവുമായ ഒരു മാർഗത്തിലൂടെ നീയും നിന്റെ അന്ത്യം കാണും. പുത്രനഷ്ടത്താൽ കുരുവംശത്തിലെ സ്ത്രീകൾ ഇന്ന് വിലപിക്കുന്നത് പോലെ അന്ന് യാദവ സ്ത്രീകളും നെഞ്ചത്തടിച്ച് കരയും. ഈ ശാപവാക്കുകൾ കേട്ട് ഭഗവാൻ കോപിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്തില്ല. പകരം ഒരു പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, അമ്മേ, ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അമ്മ ശാപവാക്കുകളിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ദേവന്മാർക്കോ അസുരന്മാർക്കോ നശിപ്പിക്കാനാവാത്ത യാദവകുലത്തെ നശിപ്പിക്കാൻ അവർക്ക് മാത്രമേ സാധിക്കൂ. അവരുടെ നാശം അവരിൽ നിന്ന് തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അമ്മയുടെ ശാപം അതിനൊരു നിമിത്തം മാത്രം. ഇവിടെ ഒരു വ്യക്തിയുടെ തീവ്രമായ വേദനയും വികാരവും ഒരു ദൈവിക പദ്ധതിയുടെ ഉപകരണമായി മാറുന്നതിൻ്റെ ആഴത്തിലുള്ള ദൈവശാസ്ത്രം വെളിവാക്കപ്പെടുന്നു. ഗാന്ധാരിയുടെ മാതൃദുഃഖം ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്ന ഭഗവാന്റെ തന്നെ ഇച്ഛയുടെ പൂർത്തീകരണത്തിനുള്ള കാരണമായി. ഗാന്ധാരിയുടെ ശാപം കഴിഞ്ഞ് 36 വർഷങ്ങൾ കടന്നുപോയി. ദ്വാരക ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. എന്നാൽ ആ ഐശ്വര്യത്തോടൊപ്പം യാദവരുടെ സിരകളിൽ അഹങ്കാരവും നിറഞ്ഞു. ഒരു ദിവസം വിശ്വാമിത്രൻ, കണ്വൻ, നാരദൻ തുടങ്ങിയ മഹാമുനിമാർ ദ്വാരകയ്ക്കടുത്തുള്ള പിണ്ഡാരകം എന്ന പുണ്യസ്ഥലം സന്ദർശിക്കാനെത്തി. ഇതറിഞ്ഞ യാദവന്മാർക്ക് ഒരു കുസൃതി തോന്നി. അവരുടെ അഹങ്കാരം അവരെ ഒരു വലിയ തെറ്റിലേക്ക് നയിച്ചു. കൃഷ്ണന്റെ പുത്രനായ സാംബനെ ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് അവർ മുനിമാരുടെ മുന്നിൽ ഹാജരാക്കി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, ഇവൾ പ്രസവിക്കാൻ പോകുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ? അവർ പരിഹാസത്തോടെയാണ് ചോദിച്ചത്. തങ്ങളുടെ ദിവ്യദൃഷ്ടിയിലൂടെ ചതി മനസ്സിലാക്കിയ മുനിമാർ കോപം കൊണ്ട് ജ്വലിച്ചു. അവർ ഇപ്രകാരം ശപിച്ചു, വിഡ്ഢികളെ, ഇവൾ പ്രസവിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുലത്തെ ഒന്നടങ്കം മുടിക്കുന്ന ഒരു ഇരുമ്പ് ഉലക്കയെ ആയിരിക്കും. ബലരാമൻ കടലിൽ ആണ്ടുപോകുമെന്നും കൃഷ്ണൻ ഒരു വേടന്റെ അമ്പേറ്റ് മരിക്കുമെന്നും അവർ പ്രവചിച്ചു. ഈ സംഭവം കേവലം ഒരു തമാശയല്ല, മറിച്ച് സൃഷ്ടിയുടെ പവിത്രതയെ അപമാനിക്കുന്ന പ്രവൃത്തിയായിരുന്നു.
ഒരു വ്യാജ ഗർഭധാരണത്തിലൂടെ അവർ ജീവിതത്തെയും സൃഷ്ടിയെയും പരിഹസിച്ചു. അതിൻ്റെ കർമ്മഫലം അനുയോജ്യമായിരുന്നു. അവരുടെ വ്യാജ സൃഷ്ടി യഥാർത്ഥ നാശത്തിൻ്റെ ഒരു ഉപകരണത്തിന് ജന്മം നൽകി. ആ ഇരുമ്പുലക്ക അവരുടെ അഹങ്കാരത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഭൗതിക രൂപമായിരുന്നു. മുനിശാപം അക്ഷരം പ്രതി ഫലിച്ചു. പിറ്റേ ദിവസം തന്നെ സാമ്പൻ ഒരു ഇരുമ്പുലക്കയെ പ്രസവിച്ചു. ഭയന്നുപോയ യാദവർ വിവരങ്ങൾ ഉഗ്രസേന മഹാരാജാവിനെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഇരുമ്പുലക്കയെ രാഗി പൊടിച്ച് കടലിൽ കലക്കിക്കളഞ്ഞു. ഒരു ചെറിയ കഷ്ണം മാത്രം പൊടിയാക്കാൻ സാധിച്ചില്ല. അതും അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആപത്ത് ഒഴിഞ്ഞു എന്ന് യാദവർ ആശ്വസിച്ചു. എന്നാൽ വിധി അതിൻ്റെ വഴികൾ കണ്ടെത്തുകയായിരുന്നു. അവർ കടലിൽ കലക്കിയ ഇരുമ്പ് പൊടി തിരമാലകളാൽ തീരത്ത് അടിഞ്ഞു. അവിടെ അത് മൂർച്ചയേറിയ എരകപ്പുല്ലുകളായി വളർന്നു നിന്നു. പൊടിയാക്കാൻ സാധിക്കാതെ വലിച്ചെറിഞ്ഞ ആ കഷ്ണം ഇരുമ്പ് ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ ഒരു വേടൻ പിടിക്കുകയും അതിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയ ലോഹം ഉപയോഗിച്ച് ജര എന്നു പേരുള്ള ഒരു വേടൻ തൻ്റെ അമ്പിൻ്റെ മുന കൂർപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ പാപത്തിൻ്റെ ഫലത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച യാദവർ അതിനെ കൂടുതൽ വ്യാപകവും അപകടകരവുമാക്കി മാറ്റുകയായിരുന്നു. കർമ്മഫലത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമല്ലെന്നും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്തോറും അത് കൂടുതൽ ശക്തമായി തിരിച്ചു വരുമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ദ്വാരകയുടെ ആകാശത്തെ ദുശകുനങ്ങൾ കരുനിഴൽ വീഴ്ത്തി തുടങ്ങി. കാലൻ പല രൂപങ്ങളിൽ നഗരവീഥികളിലൂടെ അലഞ്ഞു നടക്കുന്നത് ആളുകൾ കണ്ടു. പ്രകൃതിയുടെ താളം തെറ്റി. എലികൾ പെരുകി. ഉറങ്ങുന്നവരുടെ മുടിയും നഖവും കരണ്ടു തുടങ്ങി. പശുക്കൾ കഴുതകളെയും പട്ടികൾ പൂച്ചകളെയും പ്രസവിച്ചു. യാദവ ഗൃഹങ്ങളിൽ തത്തകൾ വികൃതമായി കരഞ്ഞു. ആടുകൾ കുറുക്കനെ പോലെ ഓരിയിട്ടു. ഇതിനേക്കാൾ ഭയാനകമായിരുന്നു സാമൂഹികമായ അധപതനം. യാദവർ ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും ദേവന്മാരെയും നിന്ദിച്ചു തുടങ്ങി. സ്ത്രീകൾക്ക് പാതിവൃത്യം നഷ്ടപ്പെട്ടു. ഭക്ഷണപദാർത്ഥങ്ങളിൽ പുഴുക്കൾ കാണപ്പെട്ടു. ഭഗവാൻ പാഞ്ചജന്യം മുഴക്കുമ്പോൾ കഴുതകൾ എതിർശബ്ദമുണ്ടാക്കി. കൃഷ്ണന്റെ രഥത്തെ കുതിരകൾ തനിയെ വലിച്ച് കടലിന് മുകളിലൂടെ ഓടിച്ചുപോയി. അദ്ദേഹത്തിൻ്റെയും ബലരാമൻ്റെയും കൊടിമരങ്ങളിൽ നിന്ന് ഗരുഡനും പനമരവും അപ്രത്യക്ഷമായി. ഈ ബാഹ്യമായ അലങ്കോലങ്ങൾ യാദവരുടെ ആന്തരികമായ ധർമ്മച്യുതിയുടെ പ്രതിഫലനമായിരുന്നു. ഒരു സമൂഹം അധർമ്മത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ പ്രകൃതിയും പ്രപഞ്ചവും അസ്വസ്ഥമാകുമെന്ന പൗരാണിക തത്വം ഇവിടെ വ്യക്തമാകുന്നു. ഭഗവാന്റെ ദിവ്യചിഹ്നങ്ങൾ അദ്ദേഹത്തെ വിട്ടു പോയത് യാദവർക്ക് നൽകിയിരുന്ന ദൈവിക സംരക്ഷണം പിൻവലിക്കപ്പെട്ടതിൻ്റെ സൂചനയായിരുന്നു. ദുശകുനങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി യാദവർ പ്രഭാസം എന്ന പുണ്യതീർത്ഥത്തിലേക്ക് ഒരു യാത്ര തിരിച്ചു. എന്നാൽ പുണ്യം തേടിപ്പോയ യാത്ര അവരുടെ അന്ത്യയാത്രയായി മാറി. ശ്രീകൃഷ്ണന്റെ വിലക്കുകൾ അവഗണിച്ച് അവർ ധാരാളം മദ്യം കയ്യിൽ കരുതിയിരുന്നു. പ്രഭാസത്തിലെത്തിയ അവർ പൂജകളും പ്രാർത്ഥനകളും മറന്ന് മദ്യപാനത്തിലും ആട്ടത്തിലും പാട്ടിലും മുഴുകി. മദ്യലഹരിയിൽ അവരുടെ ഉള്ളിൽ ഉറക്കിക്കിടന്നിരുന്ന പഴയ വൈരാഗ്യങ്ങൾ പുറത്തു വന്നു. കുരുക്ഷേത്ര യുദ്ധത്തിലെ പഴയ കണക്കുകൾ പറഞ്ഞ് സാത്യകിയും കൃതവർമാവും തമ്മിൽ വാക്കേറ്റം തുടങ്ങി. യുദ്ധത്തിൽ ഉറങ്ങിക്കിടന്നവരെ ചതിച്ചു കൊന്ന നീചനാണ് നീ എന്ന് സാത്യകി കൃതവർമ്മനെ ആക്ഷേപിച്ചു. കൈകളറ്റ് പ്രയോപ്രവേശം ചെയ്ത ഭുരിശ്രവസ്സിനെ പിന്നിൽ നിന്ന് കൊന്ന ഭീരുവാണ് നീ എന്ന് കൃതവർമാവ് തിരിച്ചടിച്ചു. വാഗ്വാദം മൂത്ത് കോപാകുലനായ സാത്യകി വാളെടുത്ത് കൃതവർമാവിൻ്റെ തലയറുത്തു.
അതോടെ യാദവർ രണ്ടു ചേരികളായി തിരിഞ്ഞ് ഘോരമായ യുദ്ധം തുടങ്ങി. കൃഷ്ണന്റെ പുത്രനായ പ്രത്യുപ്നൻ ഉൾപ്പെടെ പലരും കൊല്ലപ്പെട്ടു. കയ്യിലുള്ള ആയുധങ്ങൾ തീർന്നപ്പോൾ അവർക്ക് കടൽ തീരത്ത് വളർന്നു നിന്നിരുന്ന എരകപ്പുല്ലുകൾ പറിച്ചെടുത്തു. മുനിശാപത്താൽ ആ പുല്ലുകൾ അവരുടെ കയ്യിൽ വജ്രായുധം പോലെ കഠിനമായ ഇരുമ്പുലക്കകളായി മാറി. അതുകൊണ്ട് അവർ പരസ്പരം തല്ലിക്കൊന്നു. അച്ഛൻ മകനെയോ സഹോദരൻ സഹോദരനെയോ തിരിച്ചറിഞ്ഞിട്ടില്ല. ഭഗവാൻ കൃഷ്ണനും ബലരാമനും ആ കൂട്ടക്കൊലയിൽ പങ്കുചേർന്നു. ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്ന തങ്ങളുടെ അവതാര ദൗത്യം പൂർത്തിയാക്കി. അജയ്യരായ യാദവരെ ഒരു ബാഹ്യശക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ആധികാരികമായ കലഹവും അവരെ സ്വയം നശിപ്പിച്ചു. പുണ്യസ്ഥലമായ പ്രഭാസതീരം അവരുടെ രക്തം വീണ് അശുദ്ധമായി. യാദവകുലം ഒന്നടങ്കം നശിച്ചപ്പോൾ ആ യുദ്ധഭൂമിയിൽ കൃഷ്ണനും ബലരാമനും സാരഥിയായ ദാരുകനും മാത്രം അവശേഷിച്ചു. കൃഷ്ണൻ ദാരുകനെ ഹസ്തനാപുരിയിലേക്ക് അയച്ച് അർജുനനെ വിവരമറിയിക്കാൻ ഏൽപ്പിച്ചു. തുടർന്ന് അദ്ദേഹം ബലരാമന്റെ അടുത്തേക്ക് ചെന്നു. ഒരു വൃക്ഷച്ചുവട്ടിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ബലരാമൻ. കൃഷ്ണൻ നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും 1000 തലകളുള്ള ഒരു വെളുത്ത സർപ്പം പുറത്തുവന്ന് സമുദ്രത്തിലേക്ക് ഇഴഞ്ഞുപോയി. ഇത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപമായ ആദിശേഷനായിരുന്നു. നാഗരാജാക്കന്മാരുടെ പൂജ ഏറ്റുവാങ്ങി അദ്ദേഹം തൻ്റെ സ്വന്തം ലോകമായ പാതാള ലോകത്തേക്ക് മടങ്ങി. ബലരാമന്റെ തിരോധാനം ശാന്തവും ദൈവികവുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തി. എന്നാൽ കൃഷ്ണന്റെ വിടവാങ്ങൽ കൂടുതൽ സങ്കീർണവും മനുഷ്യ സഹജവുമായ തലങ്ങളിലൂടെയാണ് അരങ്ങേറിയത്. ജ്യേഷ്ഠന്റെ വേർപാടിന് ശേഷം തൻ്റെ അവതാര ദൗത്യം പൂർത്തിയായെന്ന് ഭഗവാൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം വനത്തിലേക്ക് നടന്നു. ഒരു അരയാൽ മരത്തിൻ്റെ ചുവട്ടിൽ യോഗനിദ്രയെ അവലംബിച്ച് അദ്ദേഹം ശയിച്ചു. ആ സമയത്താണ് ജര എന്നു പേരുള്ള ഒരു വേടൻ മൃഗങ്ങളെ വേട്ടയാടി അവിടെ എത്തിയത്. ദൂരെ നിന്നും കൃഷ്ണന്റെ ഉയർത്തിവെച്ച പാദം കണ്ടപ്പോൾ അതൊരു മാനിന്റെ ചെവിയാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. ജര തൻ്റെ വില്ലെടുത്ത് അമ്പെയ്തു. യാദവരെ നശിപ്പിച്ച അതേ ഇരുമ്പുലക്കയുടെ അവസാനത്തെ കഷണം കൊണ്ട് നിർമ്മിച്ച അമ്പ് ഭഗവാന്റെ കാൽവെള്ളയിൽ തറിച്ചു. അടുത്തു ചെന്നപ്പോഴേക്കും തനിക്കു പറ്റിയ ഭീമ അബദ്ധം വേടൻ തിരിച്ചറിഞ്ഞു. താൻ മുറിവേൽപ്പിച്ചത് ഒരു ദിവ്യപുരുഷനെയാണെന്ന് കണ്ട് അയാൾ ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പിനായി കീണു. എന്നാൽ ഭഗവാൻ ശാന്തനായി അവനെ ആശ്വസിപ്പിച്ചു. ഇത് എൻ്റെ ഇച്ഛയനുസരിച്ച് സംഭവിച്ചതാണ്. നീ ഇതിൽ ദുഃഖിക്കേണ്ടതില്ല. നീ കേവലം ഒരു നിമിത്തം മാത്രം എന്ന് പറഞ്ഞ് ഭഗവാൻ അവന് മോക്ഷം നൽകി സ്വർഗത്തിലേക്ക് അയച്ചു. തുടർന്ന് തൻ്റെ മനുഷ്യരൂപം ഉപേക്ഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വധാമമായ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. അതോടെ ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണന്റെ അന്ത്യത്തിന് കാരണക്കാരനായ ജരൻ എന്ന വേടൻ രാമായണത്തിലെ വാനര രാജാവായിരുന്ന ബാലിയുടെ പുനർജന്മമാണെന്ന് ഒരു കഥ വ്യാപകമായി പ്രചാരത്തിലുണ്ട്. രാമാവതാരത്തിൽ ഭഗവാൻ ബാലിയെ മരത്തിനു പിന്നിൽ നിന്ന് ഒളിയം പെയ്ത് കൊന്നതിൻ്റെ കർമ്മഫലമായാണ് കൃഷ്ണാവതാരത്തിൽ അതേ രീതിയിൽ അന്ത്യം സംഭവിച്ചതെന്ന് ഈ കഥ പറയുന്നു. എന്നാൽ ഈ കഥയ്ക്ക് വ്യാസവിരചിതമായ മഹാഭാരതത്തിലോ ശ്രീമദ് ഭാഗവതത്തിലോ അടിസ്ഥാനമില്ല. ബാലി ജരൻ കഥയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ലഭിക്കാൻ കാരണം അത് മനുഷ്യൻ്റെ യുക്തിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു പ്രതികാരത്തിൻ്റെയും നീതിയുടെയും ഘടന നൽകുന്നു എന്നതാണ്. എന്നാൽ ഭഗവാൻ കർമ്മ നിയമങ്ങൾക്ക് അതീതനാണെന്നും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ഒരു വലിയ ദൈവിക പദ്ധതിയുടെ
ഭാഗമാണെന്നുമാണ് ആധികാരിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. ഭഗവാന് മോക്ഷം ലഭിച്ച ബാലി വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണന്റെ അന്ത്യം ഒരു കർമ്മഫലമായിരുന്നില്ല, മറിച്ച് തൻ്റെ ലീലകൾ അവസാനിപ്പിച്ച് ഈ ലോകത്തു നിന്ന് മറയാൻ അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത ഒരു മാർഗമായിരുന്നു. ഹസ്തിനാപുരിയിലേക്ക് പോയ ദ്വാരകനിൽ നിന്നും ദുരന്ത വാർത്തയറിഞ്ഞ് അർജുനൻ ഹൃദയം തകർന്ന് ദ്വാരകയിലേക്ക് കുതിച്ചെത്തി. അവിടെ കണ്ടത് വിലപിക്കുന്ന സ്ത്രീകളുടെയും അനാഥരായ കുട്ടികളുടെയും ഒരു നഗരത്തെയാണ്. അദ്ദേഹം വസുദേവനെ കണ്ടു. യാദവ നാശത്തിൻ്റെ കഥകൾ വിതുമ്പലോടെ വിവരിച്ച ശേഷം വസുദേവൻ യോഗബലത്താൽ ശരീരം വെടിഞ്ഞു. വസുദേവന്റെ പത്നിമാരായ ദേവകി, രോഹിണി, ഭദ്ര, മധുര എന്നിവരും അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി ജീവനൊടുക്കി. കൃഷ്ണന്റെ പ്രധാന പത്നിമാരായ രുക്മിണിയും ജാമ്പവതിയും മറ്റു പ്രധാന രാജ്ഞിമാരും അഗ്നിപ്രവേശം ചെയ്തു. അർജുനൻ രാമകൃഷ്ണന്മാരുടെയും മറ്റ് യാദവ പ്രമുഖരുടെയും അന്ത്യകർമ്മങ്ങൾ നടത്തി ശേഷം അവശേഷിച്ച സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു. അവർ ദ്വാരക വിട്ടകന്ന ഉടൻ സമുദ്രം ഇരമ്പിയാർത്തു വന്ന് മുന്നോട്ടു വന്ന് ആ മഹാനഗരത്തെ ഒന്നടങ്കം വിഴുങ്ങി. കൃഷ്ണന്റെ വാസസ്ഥലം ഒഴികെ മറ്റെല്ലാം കടലിനടിയിലായി. അർജുനന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു അടുത്തത്. യാദവ സ്ത്രീകളുമായി യാത്ര ചെയ്യുന്ന സംഘത്തെ പഞ്ചനദീ തീരത്ത് വെച്ച് ഒരു കൂട്ടം കാട്ടുകള്ളന്മാർ ആക്രമിച്ചു. ലോകം ജയിച്ച വീരനായ അർജുനൻ തൻ്റെ ഗാന്ധീവം കയ്യിലെടുത്തു. എന്നാൽ അദ്ദേഹത്തിന് അത് കുലയേറ്റാൻ പോലും സാധിച്ചില്ല. ദിവ്യാസ്ത്രങ്ങളുടെ മന്ത്രമെല്ലാം അദ്ദേഹം മറന്നുപോയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്പൊഴിയാത്ത ആവനാഴി ശൂന്യമായി. അദ്ദേഹം നിസ്സഹായനായി നോക്കി നിൽക്കെ കൊള്ളക്കാർ യാദവ സ്ത്രീകളെ വലിച്ചിഴച്ചു കൊണ്ട് പോവുകയും അവരുടെ സമ്പത്തെല്ലാം കവരുകയും ചെയ്തു. തൻ്റെ കൺമുന്നിൽ കൃഷ്ണന്റെ ഭാര്യമാരിൽ ചിലർ പോലും അപഹരിക്കപ്പെടുന്നത് കണ്ട അർജുനൻ ലജ്ജയും ദുഃഖവും കൊണ്ട് തളർന്നുപോയി. ഈ സംഭവം കേവലം അർജുനന്റെ ഒരു പരാജയമായിരുന്നില്ല, അത് ഒരു യുഗത്തിൻ്റെ അവസാനത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. കൃഷ്ണൻ എന്ന ദൈവിക ശക്തിയുടെ പിൻബലമില്ലെങ്കിൽ അർജുനനും ഗാന്ധീവവും സാധാരണക്കാർ മാത്രമാണെന്ന് ആ സംഭവം തെളിയിച്ചു. കൃഷ്ണന്റെ സാന്നിധ്യമായിരുന്നു തൻ്റെ ശക്തിയുടെ ഉറവിടമെന്ന് അർജുനൻ തന്നെ പിന്നീട് സമ്മതിക്കുന്നുണ്ട്. ദ്വാപരയുഗത്തിലെ വീരനായകന്മാരുടെ കാലം കഴിഞ്ഞുവെന്നും ഇനി വരാനിരിക്കുന്നത് കലിയുഗമാണെന്നും ഗാന്ധീവത്തിൻ്റെ പരാജയം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. പരാജിതനും തകർന്നവനുമായ അർജുനൻ വ്യാസമഹർഷിയുടെ ആശ്രമത്തിലെത്തി. തനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. വ്യാസൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അല്ലയോ അർജുന, കൃഷ്ണൻ ഈ ഭൂമിയിലെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോയി. അദ്ദേഹത്തോടൊപ്പം നിങ്ങളുടെയും കാലം കഴിഞ്ഞു. നിങ്ങളുടെ ശക്തിയും പ്രതാപവും ആ ദൗത്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ദൗത്യം അവസാനിച്ചപ്പോൾ ആ ശക്തിയും പിൻവലിക്കപ്പെട്ടു. ഇനി നിങ്ങൾക്കും ഈ ലോകം ത്യജിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് വ്യാസൻ ഉപദേശിച്ചു. ഈ വാക്കുകൾ കേട്ടാണ് പാണ്ഡവർ തങ്ങളുടെ മഹാപ്രസ്ഥാനത്തിന് ഒരുങ്ങിയത്. ശ്രീകൃഷ്ണന്റെയും യാദവ കുലത്തിൻ്റെയും അന്ത്യം കേവലം ഒരു ദുരന്ത കഥയല്ല, അത് ഭൗതികമായ എല്ലാ ശക്തിയുടെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നശ്വരതയെക്കുറിച്ചുള്ള ഒരു വലിയ പാഠമാണ്. ഏറ്റവും ശക്തരായ യാദവർ, ഏറ്റവും മനോഹരമായ ദ്വാരക, ഏറ്റവും വലിയ വീരനായ അർജുനൻ എല്ലാം കാലപ്രവാഹത്തിൽ ഒന്നുമല്ലാതായി തീരുമെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തോട് വിരക്തി ജനിപ്പിച്ച് ആത്യന്തികമായ സത്യത്തിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കുക എന്നതാണ് ഈ ഇതിഹാസ കഥയുടെ
പരമമായ ലക്ഷ്യം.